ജക്കറി വേൾഡിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം. വോട്ടെണ്ണലിന് മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കെ കോൺഗ്രസിലെ മുഖ്യമന്ത്രി പദത്തിനായിട്ടുള്ള പോര് കടുക്കുകയാണ്. ചെന്നിത്തലയ്ക്ക് വേണ്ടിയിട്ട് പരുമലപ്പള്ളിയിലെ പ്രത്യേക കുർബാന നടക്കുന്നു. വി.ഡി. സതീശിനെ അനുകൂലിച്ചുകൊണ്ട് വീണ്ടും ഫ്ലക്സ് ബോർഡുകൾ പൊന്തുന്നു. സോഷ്യൽ മീഡിയയിൽ വ്യാപകമായിട്ട് നിയുക്ത മുഖ്യമന്ത്രിയായ വി.ഡി. സതീശിന് അഭിവാദ്യങ്ങൾ എന്ന പോസ്റ്ററുകൾ ഇടുന്നു. നമുക്ക് വിശദമായി നോക്കാം. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ കാണാൻ ശ്രമിക്കണം. എനിക്ക് സബ്സ്ക്രിപ്ഷൻ വളരെ കുറവാണ്. ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ വോട്ടെണ്ണലിന് മണിക്കൂറുകൾ മാത്രം ശേഷിക്കെ കോൺഗ്രസിനുള്ളിൽ മുഖ്യമന്ത്രി പദത്തിനായിട്ടുള്ള നേതാക്കളുടെ പോര് കടുക്കുകയാണ്. ഈ ഔദ്യോഗികമായിട്ട് ഈ ഫലപ്രദർശനം വരുന്നതിന് മുമ്പേ തന്നെ തങ്ങളുടെ പ്രിയ നേതാക്കളെ മുഖ്യമന്ത്രിയായി വാഴ്ത്തിക്കൊണ്ടുള്ള പ്രാർത്ഥനകളും വഴിപാടുകളും ഫ്ലക്സ് ബോർഡുകളും സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലായിട്ട് ഇപ്പോൾ സജീവമായിട്ട് കാണാം. നമുക്ക് ഇപ്പോൾ ഉദാഹരണം എടുക്കുകയാണെങ്കിൽ ആലപ്പുഴ ജില്ലയിലെ ഹരിപ്പാട് MLA ആയ രമേശ് ചെന്നിത്തലയിലോട്ട് വരുമ്പോൾ രമേശ് ചെന്നിത്തല മുഖ്യമന്ത്രി കസേരയിൽ എത്തിക്കുന്നതിനായിട്ട് പരുമലപ്പള്ളിയിലെ പ്രത്യേക കുർബാന അർപ്പിച്ചതായിട്ടാണ് ഈ പോരിലെ ആദ്യത്തെ അധ്യായം. അത് ആരാണ് അർപ്പിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ യൂത്ത് കോൺഗ്രസ് പള്ളിപ്പാട് മണ്ഡലം പ്രസിഡന്റായിട്ടുള്ള സിജോ കുഞ്ഞാണ്ടിയാണ് തൻ്റെ നേതാവിന് വേണ്ടിയിട്ട് വിശുദ്ധ കുർബാന നേർച്ചയായിട്ട് നൽകിയത്. അപ്പോൾ ചെന്നിത്തല കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ആകുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ പ്രാർത്ഥന എന്ന് സിജോ പരസ്യമായിട്ട് പ്രതികരിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. നേതാക്കൾക്ക് വേണ്ടി ആരാധനാലയങ്ങളിലെ വഴിപാടുകൾ നടത്തുന്നത് കോൺഗ്രസിലൊരു പുതിയ പ്രവണതയായിട്ട് മാറുകയാണ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം എടുക്കുകയാണെങ്കിൽ പാലക്കാട് ഏമൂര് ഹേമാംബിക ക്ഷേത്രത്തിൽ KC വേണുഗോപാലിന് വേണ്ടിയിട്ട് കളഭം കൊണ്ട് തുലാഭാരം നടത്തിയത് വലിയ രീതിയിലുള്ള വാർത്തയായിരുന്നു. അപ്പോൾ മുഖ്യമന്ത്രിയാകാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും തടസ്സങ്ങളുണ്ടെങ്കിൽ അതൊക്കെ ദൈവം നീക്കി തരട്ടെ. ആ ഒരു വഴിപാടിൻ്റെ ഉദ്ദേശം അത് നമ്മളെ കോൺഗ്രസ് പ്രവർത്തകനായിട്ടുള്ള CM അനിൽകുമാർ പ്രതികരിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് മുഖ്യമന്ത്രിയാകാൻ എന്തെങ്കിലും തടസ്സങ്ങളുണ്ടെങ്കിൽ അത് നീക്കാനാണ് ഈ വഴിപാടുകൾ എന്നാണ് അദ്ദേഹം സൂചിപ്പിച്ചത്. ഇനി പ്രതിപക്ഷ നേതാവിലോട്ട് വരികയാണെങ്കിൽ പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശിനെ നിയുക്ത മുഖ്യമന്ത്രിയായിട്ട് വാഴ്ത്തിക്കൊണ്ടുള്ള ഫ്ലക്സ് ബോർഡുകളുടെ പ്രവാഹമാണെന്ന് തന്നെ പറയാം. അതായത് സംസ്ഥാനത്തിൻ്റെ പല ഭാഗങ്ങളിലും കാണപ്പെടുന്നുണ്ട്. പത്തനംതിട്ട ജില്ലയിലോട്ട് വരികയാണെങ്കിൽ ജില്ലാ സ്റ്റേഡിയത്തിൻ്റെ സമീപവും മലപ്പുറത്തുള്ള ഒരു സ്ഥലത്തുള്ള പ്രധാനപ്പെട്ട ടൗണിലും സതീശനെ അനുകൂലിച്ചുകൊണ്ട് വലിയ ഫ്ലക്സ് ബോർഡുകൾ ഉയർന്നിട്ടുണ്ട്. അതിൻ്റെ ഒരു ക്യാപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിലപാടുകളുടെ രാജകുമാരൻ എന്നാണ് അതിൻ്റെ ഒരു ക്യാപ്ഷൻ വെച്ചിരിക്കുന്നത്. അതിലോട്ടൊക്കെ കിടക്കുകയാണെങ്കിൽ അമ്മാരി നിലപാടുകൾ ഉണ്ട് ആൾക്ക്. പക്ഷേ അഖിൽമാരാർ വന്നതിന് ശേഷം വി.ഡി. സതീശന് റെസ്റ്റ് എടുക്കാവുന്ന രീതിയിലാണ് ആ ഒരു വാക്ക് വി.ഡി. സതീശനിൽ നിന്ന് മാറിപ്പോയത്. തൊടുപുഴ പട്ടയംകവലയിലും കണ്ണൂരിലെ മട്ടന്നൂർ ശ്രീകണ്ഠപുരം എന്നിവിടങ്ങളിലും സമാനമായ രീതിയിൽ തന്നെ സതീശിന് അഭിവാദ്യം അർപ്പിച്ചുകൊണ്ടുള്ള ബോർഡുകൾ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. അതിൻ്റെ ക്യാപ്ഷൻ എന്ന് പറഞ്ഞാൽ പട നയിച്ച നായകന് നാടിനെ നയിക്കാം എന്ന ആഹ്വാനവുമായിട്ടാണ് മട്ടന്നൂരിലെ കോൺഗ്രസ്സുകാർ തന്നെ രംഗത്തിറങ്ങിയത്. അതൊന്ന് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അപ്പോൾ കേരളത്തിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വരാൻ മണിക്കൂറുകളുള്ളൂ ബാക്കി. അപ്പോൾ ഈ മുഖ്യമന്ത്രി പദത്തിനായിട്ടുള്ള തർക്കം തെരുവിലേക്ക് ഇറങ്ങിയേക്കാണ്. ഇപ്പോൾ KPCC മുൻ അധ്യക്ഷൻ K. സുധാകരൻ്റെയും AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാലിൻ്റെയും തട്ടകമായിട്ടുള്ള കണ്ണൂർ ജില്ലയിലാണ് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശിനെ അനുകൂലിച്ചുകൊണ്ട് ഈ ഫ്ലക്സ് ബോർഡുകൾ പ്രത്യക്ഷപ്പെടുന്നത്. നാടിൻ്റെ കരുത്തിന് നട്ടലുള്ള നേതൃത്വം എന്ന ഒരു ക്യാപ്ഷനും. അപ്പോൾ ഈ വാചകത്തോട് കൂടിയിട്ട് കാടാഞ്ചിറയിലും മട്ടന്നൂരിലുമാണ് പുതിയ ബോർഡുകൾ ഉയർന്നു വന്നിട്ടുള്ളത്. കാടാച്ചിറയിലെ യൂത്തന്മാർ എന്ന പേരിലാണ് സ്ഥാപിച്ചിട്ടുള്ള ഈ ഫ്ലക്സ് ബോർഡ്. അപ്പോൾ സതീശൻ്റെ നിലപാടുകൾ ഇങ്ങനെ വാനോളം അവർ പുകഴ്ത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്തൊക്കെയാണ് ആ ക്യാപ്ഷൻ എന്ന് പറഞ്ഞാൽ 1000 തെരഞ്ഞെടുപ്പുകൾ തോറ്റാലും ഒരു വർഗീയവാദിയുടെ വോട്ട് പോലും ഞങ്ങൾക്ക് വേണ്ട. അങ്ങനെയൊക്കെ പറയുകയാണെങ്കിലും വോട്ട് കിട്ടി കഴിഞ്ഞാൽ ആ വോട്ട് കിട്ടിയാലല്ലേ വിജയിക്കുള്ളൂ. ആ ഒരു ചിന്ത അവർക്ക് പോകുന്നില്ല. അതായത് ഇലക്ഷൻ കഴിഞ്ഞല്ലോ, പിന്നെ ഇപ്പോൾ ആ ചിന്ത പോകേണ്ട കാര്യമില്ല. അപ്പോൾ ശനിയാഴ്ച രാത്രിയോടെയാണ് ഈ മട്ടന്നൂർ നഗരത്തിലും സമാനമായ ബോർഡുകളൊക്കെ പ്രത്യക്ഷപ്പെട്ടു തുടങ്ങിയത്. അപ്പോൾ ഈ ഒരു ബോർഡുകളൊക്കെ ഈ നേതൃത്വത്തെ ഞെട്ടിച്ചിട്ടുണ്ട് എന്ന് തന്നെ പറയാം. തെരഞ്ഞെടുപ്പ് ഫലം വരുന്നതിന് മുൻപേ തന്നെ സതീശിനെ മുഖ്യമന്ത്രിയായി ഉയർത്തിക്കാട്ടാനുള്ള നീക്കം പാർട്ടിയിലെ മറ്റ് ഗ്രൂപ്പുകളെ പ്രകോപിപ്പിച്ചിരിക്കുകയാണ്. ഇപ്പോൾ
നേരത്തെ VS അച്യുതാനന്ദന് മുഖ്യമന്ത്രി പദം നിഷേധിച്ചപ്പോൾ CPM അണികൾ തെരുവിലിറങ്ങിയതിന് സമാനമായ വികാരമാണ് ഇപ്പോൾ കോൺഗ്രസ് പ്രവർത്തകർക്കിടയിലും പ്രകടമാകുന്നത്. സതീശനെ മുഖ്യമന്ത്രിയാക്കണമെന്ന ആവശ്യവുമായിട്ട് അണികൾ പരസ്യമായി രംഗത്തിലിറങ്ങുന്നത് ഹൈക്കമാൻഡിന് വലിയൊരു തലവേദന ഉണ്ടാക്കാനാണ് സാധ്യത. ഇപ്പോൾ ശ്രീകണ്ഠപുരം കൊട്ടൂർ വയലിൽ നിയുക്ത മുഖ്യമന്ത്രിക്ക് അഭിവാദ്യങ്ങൾ എന്ന പേരിൽ നേരത്തെ ഉയർന്ന ബോർഡ് അത് വലിയ വിവാദമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിന് പിന്നാലെയാണ് കണ്ണൂരിലും ബോർഡുകൾ വന്നത്. കണ്ണൂർ ആരുടെ തട്ടകാണ്? K.സുധാകരൻ, K.C. വേണുഗോപാൽ, സണ്ണി ജോസഫ് തുടങ്ങിയ പ്രമുഖ നേതാക്കളുടെ ജില്ലയിൽ തന്നെ സതീശനായിട്ട് മുറവിളി ഉയരുന്നത് ഗ്രൂപ്പ് സമവാക്യങ്ങളിൽ മാറ്റമുണ്ടാക്കുമെന്ന് ഉറപ്പാണ്. അപ്പോൾ ഈ എക്സിറ്റ് പോളുകളിൽ UDFന് അനുകൂലമായതോടെ മുഖ്യമന്ത്രി കസേരയ്ക്കായിട്ട് വടംവലി മുറുകുകയാണ് കോൺഗ്രസ്സിൽ. സതീശനെ അനുകൂലിക്കുന്നവർ സോഷ്യൽ മീഡിയയിലും തെരുവിലും സജീവമാകുമ്പോൾ മറ്റു ഉയർന്ന നേതാക്കളുടെ അനുയായികളും നിശബ്ദരല്ല. ഫലം വരുന്നതോടെ ഈ പേര് കൂടുതൽ രൂക്ഷമാകാനാണ് സാധ്യത. ഇപ്പോൾ ഈ മുഖ്യമന്ത്രി സ്ഥാനത്തെ ചൊല്ലിയുള്ള ഈ ഒരു പരസ്യമായ മത്സരത്തിൽ KPCCയും ഹൈക്കമാൻഡും കടുത്ത അതൃപ്തിയിൽ തന്നെയാണ്. തെരഞ്ഞെടുപ്പ് ഫലം വരുന്നതിന് മുൻപ് ഇത്തരം ചർച്ചകളും പ്രകടനങ്ങളും പാടില്ലെന്ന് KPCC കർശന നിർദ്ദേശം ഇവർക്ക് നൽകിയിട്ടുണ്ടായിരുന്നു. അതൊക്കെ കാറ്റിൽ പറത്തിയിട്ടാണ് അണികൾ ഇമാതിരിയുള്ള പരിപാടികൾ ചെയ്യുന്നത്. അപ്പം അണികൾക്ക് പിന്നിൽ ചരട് വലിക്കുന്ന പ്രമുഖ നേതാക്കന്മാരും ഉണ്ടാവും. രാഹുൽ ഗാന്ധി നേരിട്ട് താക്കീത് നൽകിയതാണ്. അതായത് തെരഞ്ഞെടുപ്പ് ഫലം വരുന്നതിന് മുമ്പായിട്ട് ഇത്തരം ചർച്ചകളൊന്നും പ്രകടനങ്ങളൊന്നും പാടില്ല എന്ന്. താഴെ തട്ടിലുള്ള പ്രവർത്തകരും ചില നേതാക്കളും ഇത് അവഗണിക്കുകയാണ് ഇപ്പം ചെയ്യുന്നത്. VD സതീശൻ, രമേശ് ചെന്നിത്തല, KC വേണുഗോപാൽ എന്നിവരെ ചുറ്റിപ്പറ്റിയുള്ള ഗ്രൂപ്പ് പോര് വോട്ടെണ്ണലിന് ശേഷമുള്ള ദിവസങ്ങളിൽ കോൺഗ്രസിനുള്ളിൽ വലിയ പൊട്ടിത്തെറികൾക്ക് വഴിമാറുമോ എന്ന ആശങ്കയും രാഷ്ട്രീയ നിരീക്ഷകർ ഇപ്പോൾ പങ്കുവയ്ക്കുന്നുണ്ട്. അധികാരം ലഭിക്കുന്നതിന് മുൻപേ കസേരയ്ക്കായി നടത്തുന്ന ഈ തർക്കം മുന്നണിയുടെ പ്രതിച്ഛായയെ ബാധിക്കുമെന്ന ഭയത്തിലാണ് UDF ഘടകകക്ഷികൾ. തെരഞ്ഞെടുപ്പ് വിജയത്തേക്കാൾ ഇപ്പോൾ കോൺഗ്രസിനെ അലട്ടുന്നത് ആര് നയിക്കും എന്ന ചോദ്യമാണ്. അപ്പം അണികളുടെ ഈ ആവേശം അച്ചടക്ക ലംഘനമായി കാണുമോ അതോ ജനവികാരമായിട്ട് പരിഗണിക്കുമോ എന്ന ആശയക്കുഴപ്പത്തിലാണ് നമ്മളെ DCC നേതൃത്വം. അപ്പോൾ ഫലം പുറത്തു വരുന്നതോടെ ഹൈക്കമാൻഡ് പ്രതിനിധികൾ കേരളത്തിലെ ഈ തർക്കത്തിന് പരിഹാരം കാണേണ്ടി വരും. അതുവരെ കണ്ണൂരിലെ ഈ ഫ്ലക്സ് യുദ്ധം തുടരുമെന്ന് ഉറപ്പാണ്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെങ്കിലും താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. പോയി വരാം അടുത്തൊരു വീഡിയോയുമായിട്ട്.